ഇന്ന് നമുക്കൊരു പൊട്ടിയ ബേസിൻ കിട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബേസിനാണ്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപേക്ഷിച്ചതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. ആദ്യം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബേസിൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് ഈ പൊട്ടിയ ഭാഗത്ത് ഇതേപോലെ ഉൾഭാഗത്ത് മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പീസോ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് ബലപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു മരത്തിൻ്റെ കമ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ വളഞ്ഞിട്ടുള്ളൊരു കമ്പാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളിത് സ്ക്രൂ കൊടുത്തിട്ടാണ് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മരത്തിൻ്റെ കമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അത് ഒന്നുകൂടി ബലപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് കെട്ടുകമ്പി എടുത്തതാണ്. ഇതേപോലെ ഒരു ചില്ലകളൊക്കെ പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗം നമ്മൾ അതിന് വേര് വരുന്നത് പോലെ നമ്മൾ ഇതേപോലെ 3 ചെകയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ആ ബേസിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബേസിൻ്റെ സൈഡ് ഭാഗത്തൂടെ നമുക്ക് കുറച്ച് ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബേസിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഒരു 6 ഹോള് നമ്മൾ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കമ്പികൾ, അതായത് നമ്മൾ അടിഭാഗത്തേക്ക് വരുന്ന ഈ കമ്പികൾ ബേസിന് മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മരത്തിൻ്റെ വേരുകൾ പോലെയാണ് അത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ബേസിന് മുകളിലേക്കായിട്ട് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബേസിൻ്റെ സൈഡ് ഭാഗത്തൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പീസ് ഒട്ടിച്ചതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പീസ് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് പീസുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ഒരു മീറ്റർ വയറിൽ നമ്മളൊരു ബൾബ് ബോർഡർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബൾബ് ബോർഡർ വരുന്ന രീതിയിൽ നമ്മൾ ആ വയറ് മരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ വയറ് നമ്മൾ ആ മരത്തിൻ്റെ, അതായത് വുഡിൻ്റെ പീസിലേക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ആ ഫെവിക്കോൾ എടുത്തതിന് ശേഷം അതേ അളവ് തന്നെ നമ്മൾ അതിൽ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ബേസിന് മുകളിലും അതേപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങി കിട്ടണം.
അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് ഫെവിക്കോൾ വീണ്ടും നമ്മൾ എടുത്തതിന് ശേഷം അതിൽ വെള്ളം ചേർത്ത് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചണനൂലാണ് എടുക്കുന്നത്. ഈ ചണനൂല് നന്നായിട്ട് ഈ ഗമ്മിൽ നമ്മളൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊരു ബലൂൺ വീർപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ചണനൂല്, അതായത് നമ്മൾ ഗമ്മിൽ മുക്കിയ ചണനൂല് നമ്മൾ അതിന് മുകളിലൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ബലൂണിന് മുകളിൽ നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ചുറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഗമ്മൊക്കെ അതിന് മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി എവിടെയെങ്കിലും ഇതേപോലെ ഹാങ്ങിങ് ചെയ്ത് വെക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ബേസിനും മരമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡ് കളറാണ് ആദ്യം അടിച്ചെടുത്തത്. ഇനി അതൊന്ന് ഉണങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മരത്തിൻ്റെ കളർ നമ്മളൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ അടിഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ നമുക്ക് ടച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ബലൂണിന് മുകളിൽ നമ്മൾ ചുറ്റിയെടുത്ത നമ്മുടെ കയർ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ബലൂൺ ഇതേപോലെ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബലൂൺ പൊട്ടിപ്പോയതിന് ശേഷം നമ്മൾ മറ്റൊരു ബലൂൺ വീർപ്പിച്ച് അതിന് മുകളിലാണ് ചുറ്റിയെടുത്തത്. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റി, ബലൂണ് നമ്മൾ എടുത്ത് മാറ്റി. ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ബൾബും ബൾബോർഡറും അതിനുള്ളിലേക്ക് കടന്നു നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ബൾബ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു മാല വാങ്ങിയിട്ടുണ്ട്, ഒരു പച്ച മാല വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് മരത്തിന് ഇലകളായിട്ട് നമ്മൾ ഇതാണ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വെറൈറ്റി ടേബിൾ ലാമ്പ് റെഡിയായി. അപ്പോൾ അത് ആ മരത്തിനൊക്കെ നമ്മൾ ഇലകളൊക്കെ കൊടുത്തെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് വരുന്ന ഹോളിൽ നമുക്ക് പേന പെൻസിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് ഒരു പെൻ ഹോൾഡറായിട്ടും കൂടി ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി ടേബിൾ ലാമ്പായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിയ ഓൾഡ് ബേസിന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഈ ടേബിൾ ലാമ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.